നമസ്കാരം. ഈ വാർത്താ ദിനത്തിലെ സമഗ്ര വാർത്തകളുമായി വാർത്താ സന്ധ്യ ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം. വയനാട്ടിൽ വീണ്ടും വന്യജീവി ആക്രമണത്തിൽ ഒരു ദാരുണ മരണം കൂടി. വയനാട് നൂൽപ്പുഴ കാപ്പാട് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് മാനു എന്ന ആദിവാസി യുവാവ്. ഇന്നലെ രാത്രിയാണ് കാട്ടാന ആക്രമിച്ചത്. തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് നാളെ വയനാട് ജില്ലയിൽ ഫാമേഴ്സ് റിലീഫ് ഫോറം ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ഇന്നലെ രാത്രി 7:30യോടെയാണ് മാനു കാപ്പാട് അടിയ ഉന്നതിയിലെ ബന്ധുവീട്ടിലേക്ക് വന്നത്. ഉന്നതിക്ക് തൊട്ടു താഴെ വെച്ചായിരുന്നു കാട്ടാന ആക്രമണം. പിന്നെ ഞാൻ അവിടെ അരി ഇട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കയറി വന്നപ്പോൾ ആനയും വന്നു. ആന വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. 3 ആന വന്നു. 1 ആന വെള്ളം കുടിച്ചു പോയി. 2 ആനയും വെള്ളം കുടിച്ചു പോയി. അപ്പോൾ 1 ആന വന്നപ്പോഴാണ് ഇയാളെ. കേരള തമിഴ്നാട് അതിർത്തിയായ പാട്ടവയൽ നൂൽപ്പുഴ പ്രദേശത്താണ് കാട്ടാന ആക്രമണം. സ്വയം സന്നദ്ധ പുനരധിവാസ പദ്ധതി പ്രദേശമാണിത്. ജനറൽ കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാരം നൽകി ഒഴിപ്പിച്ചുവെങ്കിലും ആദിവാസി കുടുംബങ്ങൾ പദ്ധതിയുടെ ഭാഗമല്ല. റീബിൽഡ് കേരളയിലാണ് സ്വയം സന്നദ്ധ പുനരധിവാസം കേരള സർക്കാർ നടപ്പിലാക്കുന്നത്. ആ പദ്ധതിയുടെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ജനറൽ വിഭാഗത്തിൽപ്പെട്ട ആളുകളെ മാത്രമാണ് മാറ്റാൻ കഴിയുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഈ പ്രദേശത്ത് 3 വീട്ടിൽ 6 കുടുംബമുള്ളത് ട്രൈബൽ കുടുംബമാണ്. തൊട്ടപ്പുറത്ത് 9 കുടുംബമുള്ള ട്രൈബൽ കോളനിയുണ്ട്. ഇവർ മാറാൻ തയ്യാറാണ്. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ നിയമപ്രകാരം ഈ പദ്ധതിയിലെ പണം ഇവർക്ക് ലഭ്യമാവില്ല എന്നുള്ളതാണ്. പ്രതിഷേധത്തെ തുടർന്ന് വൈൽഡ് ലൈഫ് വാർഡൻ വരുണ്ടാലിയ സ്ഥലത്തെത്തി ജനപ്രതിനിധികളുമായും രാഷ്ട്രീയ നേതാക്കളുമായും ചർച്ച നടത്തി. പോസ്റ്റ്മോർട്ടം നടന്ന ബത്തേരി താലൂക്ക് ആശുപത്രിയിലും വയനാട് വൈൽഡ് ലൈഫ് വാർഡൻ ഓഫീസിന് മുന്നിലും UDF പ്രവർത്തകർ പ്രതിഷേധിച്ചു. UDF നിയോജകമണ്ഡലം ചെയർമാൻ DP രാജശേഖരനെ പോലീസ് തടഞ്ഞത് തർക്കത്തിനിടയാക്കി. നീലഗിരി പാട്ടവയൽ വെള്ളരി ഉന്നതിയിലാണ് മാനുവിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത്. 24 വയനാട്. ഇടുക്കി പെരുവന്താനത്ത് കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സോഫിയ ഇസ്മായിലിന്റെ മൃതദേഹം മുണ്ടക്കയം വരിക്കാനി ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ ഖബറടക്കി. സോഫിയയുടെ കുടുംബത്തിന് ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ സഹായധനം കൈമാറി. കാട്ടാന ശല്യത്തിൽ ജില്ലാ കളക്ടർ നൽകിയ വാഗ്ദാനങ്ങൾ പാലിച്ചില്ലെങ്കിൽ ശക്തമായ സമരം തുടങ്ങാനാണ് നാട്ടുകാരുടെ തീരുമാനം. സംസ്ഥാനത്ത് തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം നാളെ ചേരും. 8 മണിക്കൂർ നീണ്ട പ്രതിഷേധത്തിനൊടുവിലാണ് സോഫിയയുടെ മൃതദേഹം പുലർച്ചെയോടെ നാട്ടുകാർ വിട്ടു നൽകിയത്. TRNT എസ്റ്റേറ്റിലെ കാട്ടാനശല്യത്തിന് പരിഹാരം കണ്ടിരുന്നുവെങ്കിൽ ഒരു ജീവൻ കൂടി നഷ്ടമാവില്ലായിരുന്നു. പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുമെന്നാണ് ഇന്ന് ജില്ലാ കളക്ടർ നൽകിയ ഉറപ്പ്. ഇവർക്ക് ഉള്ള ജോലിയുടെ കാര്യമാണ്, അത് സർക്കാർ തലത്തിലാണ് തീരുമാനമെടുക്കേണ്ടത്. ഞാൻ അതിലേക്കുള്ള റെക്കമെൻഡേഷൻ അയക്കും. 4ാമത്തെ കാര്യം, ഇത് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാതിട്ടതിന്റെ കാരണത്തെ കൊണ്ടാണ് ഇവിടേക്ക് വന്നിട്ടുള്ളത്. സോ അതിന്റെ കാര്യത്തിലുള്ള നടപടിയും എടുക്കും. സോഫിയയുടെ കുടുംബത്തിന് ആദ്യ ഗഡുവായി 5 ലക്ഷം രൂപ സഹായധനം കൈമാറി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ബാക്കി തുക ഉടൻ കൈമാറും. സർക്കാർ നഷ്ടപരിഹാരം മാത്രം നൽകി കൈയൊഴിയുകയാണെന്നാണ് ഡീൻ കുര്യാക്കോസ് MP-യുടെ വിമർശനം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമീപനം, ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നഷ്ടപരിഹാരത്ത് കൊടുക്കുക, അതോടുകൂടി ബാധ്യത തീരുന്നു. യാതൊരു ശ്രദ്ധയുമില്ലാതെ ആളുകളെ വീണ്ടും വീണ്ടും കുരുതി കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അങ്ങേയറ്റം പ്രതിഷേധകരമാണ്. മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി കാഞ്ഞിരപ്പള്ളിയിലേക്ക് മാറ്റിയത്. കാട്ടാനശല്യത്തിൽ അടിയന്തര പരിഹാരമില്ലെങ്കിൽ വീണ്ടും പ്രതിഷേധത്തിനാണ് നാട്ടുകാരുടെ തീരുമാനം. മന്ത്രി അടക്കമുള്ള ആൾക്കാരോട് നിവേദനം കൊടുത്തിട്ടുണ്ട്. ഫോറസ്റ്റിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ ചീഫ് ലൈഫ് വാർഡനോട് വരെ പരാതി പറഞ്ഞു. അവർ വന്ന് പ്രഹസനമായിട്ട് വന്ന് 2 വെടിയും പൊട്ടിച്ചിട്ട് പോവും. പിറ്റേ ദിവസം ഇത് തന്നെ. ഒരാഴ്ചക്കിടെ ജില്ലയിൽ കാട്ടാനാക്രമണത്തിൽ കൊല്ലപ്പെടുന്ന 2ാമത്തെയാളാണ് സോഫിയ. 24 ഇടുക്കി. ഭിന്നശേഷിക്കാരിയായ മകൾ ഉൾപ്പെടുന്ന കുടുംബത്തിന്റെ താങ്ങായിരുന്ന സോഫിയയുടെ മരണം ഒരു നാടിനെ ആകെ വേദനയാക്കി. കൊല്ലപ്പെട്ട സോഫിയ വന്യജീവി ശല്യത്തിന്റെ ഭീകരത വിവരിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. സോഫിയ നാളുകൾക്ക് മുൻപ് ദുരിതങ്ങൾ പങ്കുവയ്ക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പുള്ളി പോകുമ്പോ കാണിക്കും, നിങ്ങളങ്ങ് പോകും ആന നേരെ വരുമോ, കൊച്ചു വീണ് ആന TRNT എസ്റ്റേറ്റിൽ വർഷങ്ങളായി തുടരുന്ന കാട്ടാനശല്യത്തെക്കുറിച്ച് സോഫിയയും മകളും ഭർത്താവും വിവരിക്കുന്ന ദൃശ്യങ്ങളാണിത്. സംസാരശേഷിയും കേൾവിശക്തിയുമില്ലാത്ത മകളുടെ ആശങ്കയും വ്യക്തമാണ്. 6000 ഏക്കർ പടർന്നു കിടക്കുന്ന TRNT എസ്റ്റേറ്റിലെ ഏറ്റവും ഉയർന്ന പ്രദേശമായ കൊമ്പൻപാറയിലാണ് സോഫിയയും കുടുംബവും താമസിച്ചിരുന്നത്. അയൽവാസികളായി ആകെയുള്ളത് മറ്റു 2 കുടുംബങ്ങൾ. 3.5 കിലോമീറ്റർ അധികമുള്ള വിജനമായ റോഡിലൂടെ ആനയെ ഭയന്നുള്ള യാത്ര.
ഭിന്നശേഷിക്കാരിയായ മകൾക്ക് സംരക്ഷണമൊരുക്കിയുള്ള യാത്രയ്ക്ക് ഉമ്മ സോഫിയ ഇല്ലാത്തത് നികത്താനാവാത്ത നഷ്ടം. നേരത്തെ കാല് ആണെ കണ്ടിട്ട് ഓടി പിന്നെ താഴോട്ട് വീണിട്ട് കാലിലെ പൊട്ടലുണ്ടായിരുന്നു. ഞാൻ കുട്ടിക്കാണത്ത് മന്ത്രിയെ കണ്ട് പിന്നെ പരാതിയൊക്കെ കൊടുത്തതാണ്. പരാതി കൊടുത്തപ്പോഴത്തേക്ക് അവർ പിന്നെ എനിക്ക് സോളാർ ഇട്ട് തരാമെന്ന് പറഞ്ഞായിരുന്നു. അത് പറഞ്ഞതില്ലാതെ ഒന്നും ചെയ്തിട്ടുമില്ല. ഉദ്യോഗസ്ഥന്മാരൊന്നും തിരിഞ്ഞുകൂടെ നോക്കിയിട്ടില്ല. കഴിഞ്ഞ 25 കൊല്ലത്തിലധികമായി സോഫിയയും കുടുംബവും താമസിക്കുന്നത് TR&D എസ്റ്റേറ്റിലാണ്. വീടിനോട് ചേർന്ന ഇക്കാലം അത്രയും ഉപയോഗിച്ചിരുന്ന ഓലിയിൽ ഇന്നലെ വൈകിട്ടും സോഫിയ പോയി. വൈകിട്ട് 6 മണിയോടെ കലിപൂണ്ട കാട്ടാന സോഫിയയെ ക്രൂരമായി കൊലപ്പെടുത്തുകയായിരുന്നു. കാട്ടാന ആക്രമിച്ച അമ്മയുടെ മൃതദേഹം കാണേണ്ടി വന്ന മകന്റെ വേദനയും വിഷമങ്ങൾ പറയാൻ കഴിയാത്ത മകളുടെ നൊമ്പരത്തിനും സർക്കാർ നൽകുന്ന നഷ്ടപരിഹാര തുക ഒന്നുമാവില്ല. 24 ഇടുക്കി. സംസ്ഥാനത്തെ വന്യജീവി ആക്രമണങ്ങളിൽ കൈമലർത്തി വനമന്ത്രി AK ശശീന്ദ്രൻ. വന്യജീവി ആക്രമണങ്ങൾക്ക് എന്ന് അറുതിയുണ്ടാകുമെന്ന് പറയാൻ കഴിയില്ലെന്ന് മന്ത്രി നിയമസഭയിൽ പറഞ്ഞു. എല്ലായിടത്തും ക്യാമറ വെച്ച് നിരീക്ഷിക്കാനാകില്ലെന്നും AK ശശീന്ദ്രൻ പറഞ്ഞു. വനാതിർത്തിയിലെ ജനങ്ങളെ സർക്കാർ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുന്നുവെന്ന് ആവർത്തിച്ച് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ തവണ അനുവദിച്ച തുകയിൽ പകുതി പോലും ചെലവഴിച്ചിട്ടില്ലെന്നും VD സതീശൻ കുറ്റപ്പെടുത്തി. വന്യജീവികളുടെ ആക്രമണം തടയുന്നതിനാവശ്യമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നതിന് അത് എന്നത്തേക്ക് പൂർണ്ണമായി തടയാൻ കഴിയും എന്നൊരു ചോദ്യത്തിന് കൃത്യമായ ഒരു മറുപടി ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. എന്നാൽ അതിനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. ക്യാമറകൾ പ്രവർത്തിക്കുന്നത് ക്യാമറയുടെ ഏരിയയിൽ വരുമ്പോൾ മാത്രമേ ക്യാമറയിൽ പെടുള്ളൂ. കാടിനെ മൊത്തം ക്യാമറ നിരീക്ഷണത്തിൽ പെടുത്താൻ സാധിക്കില്ല. കാരണം ക്യാമറയുടെ താഴെ പച്ചപ്പുകൾ വരും. കൺവെൻഷനലായിട്ടുള്ള പരമ്പരാഗതമായി ചെയ്യുന്ന ഈ പ്രതിരോധ സംവിധാനങ്ങളൊന്നും കഴിഞ്ഞ 4 വർഷമായി ചെയ്തിട്ടില്ല. ഗവൺമെൻറ് അടിയന്തിരമായ നടപടികൾ സ്വീകരിച്ച് ആവശ്യമായ ക്യാമറകളും മറ്റും വെച്ച് ജനങ്ങളെ വന്യജീവി ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള അടിയന്തിരമായ നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. മലയോര കർഷകർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന കൃഷി വിഭവങ്ങൾ അവർക്കൊരു വർഷം മുഴുവൻ കഴിക്കാനുള്ളത് ഒരു നിമിഷം കൊണ്ട് വന്യമൃഗങ്ങൾ നശിപ്പിക്കും. അതിനെ നിയന്ത്രിക്കുവാനോ അതിന് വേണ്ടതായിരിക്കുന്ന സംരക്ഷണം നൽകുവാനോ സാധിക്കുന്നില്ല. വന്യമൃഗങ്ങളെ സംരക്ഷിക്കണം, പക്ഷെ മനുഷ്യനെയും സംരക്ഷിക്കണം. ഇപ്പോൾ വരുന്നൊരു വാർത്തയിലേക്ക്. ജമ്മുകശ്മീരിൽ ഭീകരാക്രമണം, 2 സൈനികർക്ക് വീരമൃത്യു. അഖ്നൂർ സെക്ടറിൽ നിയന്ത്രണ രേഖയ്ക്ക് സമീപമാണ് ആക്രമണമുണ്ടായത്. ഭീകരവാദികൾ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുകയായിരുന്നു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി. ബൽറാം, ജമ്മുകശ്മീരിൽ നിന്ന് വീണ്ടും ഭീകരാക്രമണത്തിന്റെ വാർത്ത വരികയാണ്. വിശദാംശങ്ങൾ എന്താണ്? അനുജ, ജമ്മു കശ്മീരിലെ അഖ്നൂർ സെക്ടറിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയോടെ ഈ പ്രദേശത്ത് സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയതായി, അതായത് പഴയ ഷെല്ലുകൾ കണ്ടെത്തിയതായി നാട്ടുകാർ അറിയിച്ചതിനെ തുടർന്ന് സൈന്യം ഈ മേഖലയിൽ തെരച്ചിൽ നടത്തിയിരുന്നു. തുടർന്ന് ഈ ഷെല്ലുകൾ നിർവീര്യമാക്കി. ഇതിനുശേഷം പിന്നീട് നിയന്ത്രണ രേഖയിൽ അതിർത്തി വേലിക്ക് സമീപം പട്രോളിംഗ് നടത്തുകയായിരുന്നു സൈന്യം. ഇത്തരത്തിൽ പട്രോളിംഗ് നടത്തുകയായിരുന്ന സൈനികരാണ് ഈ ഭീകരവാദികൾ സ്ഥാപിച്ച സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ച് 2 സൈനികർ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. ഈ മരിച്ച സൈനികരിൽ 2 പേരിൽ ഒരാൾ ക്യാപ്റ്റൻ റാങ്കിലുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, ക്യാപ്റ്റൻ BS ബക്ഷി. ഒപ്പം തന്നെ മുകേഷ് എന്നീ 2 സൈനികരാണ് ഈ ഭീകരവാദി ആക്രമണത്തിൽ വീരമൃത്യു വരിച്ചിരിക്കുന്നത്. മറ്റൊരു സൈനികന് പരിക്കേറ്റിട്ടുണ്ട്. 3 പേരെയും ഈ പരിക്കേറ്റതിന് പിന്നാലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും 2 പേരുടെ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ഈ സംഭവത്തിന് തൊട്ട് പിന്നാലെ തന്നെ സൈന്യം ഈ പ്രദേശത്തേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചിട്ടുണ്ട്. 2 ട്രൂപ്പുകളെ ഈ മേഖലയിൽ വിന്യസിച്ച് തെരച്ചിൽ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സൈന്യം അറിയിക്കുന്നത്. ഒപ്പം തന്നെ ഈ സൈനികരുടെ വിയോഗത്തിൽ സൈന്യം അതീവ ദുഃഖം രേഖപ്പെടുത്തിയിട്ടുണ്ട്. മേഖലയിൽ ഇപ്പോഴും തെരച്ചിൽ സജീവമായി തന്നെ തുടരുകയാണ്. അനുജ, ജമ്മുകശ്മീരിൽ അഖ്നൂർ സെക്ടറിലാണ് ഭീകരാക്രമണത്തിൽ 2 സൈനികർക്ക് വീരമൃത്യു സംഭവിച്ചത്. തിരുവനന്തപുരം പാലോട് വനത്തിനുള്ളിൽ ശാസ്താംനട സ്വദേശി ബാബു കൊല്ലപ്പെട്ടത് കാട്ടാനാക്രമണത്തിലെന്ന് സ്ഥിരീകരണം. പോലീസിന്റെയും വനംവകുപ്പിന്റെയും സംയുക്ത പരിശോധനയിലാണ് സ്ഥിരീകരണം ഉണ്ടായത്. ഇൻക്വസ്റ്റ് നടപടി പൂർത്തിയാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ഇന്നലെ ഉച്ചയോടെ നടത്തിയ പരിശോധനയിലാണ് വനത്തിനുള്ളിൽ ബാബുവിന്റെ മൃതദേഹം കണ്ടെത്തിയത്. ശാസ്താംനടയിലെ വീട്ടിൽ നിന്നും കഴിഞ്ഞ ബുധനാഴ്ചയാണ് ബാബു ജോലിക്കായി ഇറങ്ങിയത്. ഏറെ ദിവസം പിന്നിട്ടിട്ടും തിരിച്ചു വരാത്തതോടെയാണ് വനത്തിനുള്ളിൽ ഉൾപ്പെടെ നാട്ടുകാർ പരിശോധന നടത്തിയത്. ബാബുവിന്റെ മരണം കാട്ടാന ആക്രമണത്തിലാണെന്നും മൃതദേഹത്തിന് 3 ദിവസത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു. ബാബു കൊല്ലപ്പെട്ട് കിടന്നിടത്ത്
ആനയുടെ കാൽപാദം ഉൾപ്പെടെ കണ്ടെത്തി. വനത്തിനുള്ളിൽ വച്ചാണ് കാട്ടാന ആക്രമണം നടന്നതെന്നും വനം വകുപ്പും സ്ഥിരീകരിക്കുന്നു. 24 തിരുവനന്തപുരം. കൊല്ലം കുളത്തൂപ്പുഴയിൽ നിന്ന് വരുന്ന വാർത്തയിലേക്കാണ് ഇനി. എണ്ണപ്പന എസ്റ്റേറ്റിലെ തീപിടുത്തം കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയാണ്. എണ്ണപ്പനകൾ കത്തിനശിക്കുന്നു. പ്രദേശത്ത് കനത്ത പുകപടലമുണ്ട്. കുളത്തൂപ്പുഴയിൽ നാർ അരുൺരാജ് തത്സമയം വിശദാംശങ്ങളുമായി. അരുൺ, ഇത് മണിക്കൂറുകൾ കുറേയായി. എന്തുകൊണ്ട് തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിയുന്നില്ല എന്നാണ് അധികൃതർ പറയുന്നത്? കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തുന്നുണ്ടോ? അനുജ, ഞാൻ ഈ നിൽക്കുന്ന സ്ഥലം അത് 100 ഹെക്ടറിനടുത്ത് വരുന്നതാണ്. ഈ സ്ഥലം പൂർണ്ണമായി ഇപ്പോഴും തീ നിയന്ത്രണ വിധേയമാക്കാൻ ഫയർഫോഴ്സിന് കഴിഞ്ഞിട്ടില്ല. കൂടുതൽ സ്ഥലത്തേക്ക് ഇപ്പോൾ തീ വ്യാപിക്കുന്ന ദൃശ്യങ്ങളാണ്. നമ്മളെ ക്യാമറമാൻ ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കൂടി കാണിക്കും. കാരണം ഈ 100 ഹെക്ടറിന്റെ ഒരു പൂർണ്ണമായും ഭാഗം ഇപ്പോൾ തീ പൂർണ്ണമായും പടർന്ന് പിടിച്ചിരിക്കുന്നു. ഈ ഭാഗത്തുള്ള ഈ എണ്ണപ്പനകൾക്കടക്കം തീ പിടിച്ചിട്ടുണ്ട്. ഫയർഫോഴ്സിന്റെ നിരവധി യൂണിറ്റുകൾ ഒരു സ്ഥലത്തേക്ക് കേന്ദ്രീകരിച്ച് ഈ തീ അണയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് ഈ തീ ആളിക്കത്തുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ അസഹനീയമായ പുക കൂടിയാണ് ഈ പ്രദേശത്ത് ഉയരുന്നത്. എന്തായാലും ജനവാസ മേഖലയല്ല, അത് ഇതിന്റെ എണ്ണപ്പന എസ്റ്റേറ്റ് ആയതിനാൽ വലിയ അപായം തന്നെ ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഈ തീ ഇങ്ങനെ തുടർന്നുകൊണ്ട് പോയാൽ അത് സ്ഥിതി കൂടുതൽ രൂക്ഷമാക്കും. നമുക്ക് പോലും ഒരു മിനിറ്റുകൾ കൂടുതൽ ഇവിടെ നിൽക്കുമ്പോൾ സ്വാഭാവികമായും കണ്ണിലടക്കം വലിയ തോതിൽ അസഹനീയമായ ചൂട് അനുഭവപ്പെടുന്നുണ്ട്, വേദന അനുഭവപ്പെടുന്നുണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് ഇപ്പോഴും തീ പൂർണ്ണമായും അത് ഈ ഓരോ സ്ഥലത്തേക്കും ഇറങ്ങിച്ചെന്നുകൊണ്ട് ഈ തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിയാത്തതാണ് സാഹചര്യം. ഇതുപോലെ നിൽക്കുന്ന എണ്ണപ്പനകൾ, ആ എണ്ണപ്പനകൾക്ക് വരെ തീ പിടിക്കുന്ന സാഹചര്യം നിലവിലുണ്ട്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണാം. ഫയർഫോഴ്സ് ഏറെ പണിപ്പെടുന്നുണ്ട്. ഇത് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ ഈ നാട്ടുകാരുടെ അടക്കം വലിയ സേവനം ഇവിടെ ഈ ഘട്ടത്തിൽ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. എത്ര മണിയോടെയാണ് ഈ തീപിടുത്തം ഉണ്ടായത്? ഇത് ഒരു 12 മണിയാണ്, 1 മണിയാണ്. ആദ്യം ചെറുതായിട്ട് തീപിടുത്തം ഉണ്ടായി, പിന്നീട് ആ ഭാഗത്തു നിന്നാണ് തീ പിടിച്ചു വന്നത്. ആ ഭാഗത്ത് മുഴുവൻ മരങ്ങളും പോയി, മുഴുവൻ തൈയും എല്ലാം പോയി. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. ക്യാമറമാൻ ആ ദൃശ്യങ്ങൾ കൂടി പകർത്തും. ആ ഭാഗത്തേക്കടക്കം വലിയ തോതിൽ ഇപ്പോൾ തീ ഇങ്ങനെ പടർന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ തീ ഇപ്പോഴും അതിൻ്റെ പൂർണ്ണമായ തോതിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത സാഹചര്യം. അത് ഈ എസ്റ്റേറ്റിൻ്റെ സ്വഭാവം, ആ പരിസ്ഥിതി ഘടന അടക്കമുള്ള കാര്യങ്ങളാണ്. ഈ ഭാഗത്ത് ആ ഭാഗത്ത് കൂടുതലായി ചെറിയ സസ്യങ്ങളായിരുന്നോ? ചെറിയ റീപ്ലാന്റ് ഏരിയയാണ്. ഇനി അങ്ങോട്ടൊരു 1.5 കിലോമീറ്ററോളം ആ ഒരു 2 കുന്ന് നിറച്ച് റീപ്ലാന്റ് ഏരിയയാണ്. വലിയ നഷ്ടമുണ്ട്, കമ്പനിക്ക് കോടികളുടെ നഷ്ടമാണ്. ഈ തീപിടിക്കാനിടയായ സാഹചര്യം എന്താണെന്നാണ്? സാഹചര്യം എന്തുവന്നത് അറിയത്തില്ല. കാരണം എസ്റ്റേറ്റുകളിൽ ഉണ്ടാകുന്നതാണിത്, എല്ലാ വർഷങ്ങളും ഉണ്ടാകുന്നത്. കഴിഞ്ഞ വർഷം തന്നെ കൊണ്ട്, പക്ഷേ അതൊക്കെ നമുക്ക് മണിക്കൂറുകൾ കൊണ്ട് തന്നെ അണയ്ക്കാൻ സാധിച്ചു. ഇത്രയും വലിയൊരു തീപിടുത്തം ഓയിൽ പാമ്പിനെ സംബന്ധിച്ച് ഇത് ആദ്യത്തെ ഇതാണ്. ഞാൻ ഓയിൽ പാമ്പിലെ ജീവനക്കാരനാണ്. എന്ത് ചെയ്യാനും നമുക്ക് നിർഭാഗ്യവശാൽ കോടികളുടെ നഷ്ടമുണ്ട്. ഇപ്പോഴും നമുക്ക് ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കണം. തൊട്ടപ്പുറത്തേക്ക് ഫോറസ്റ്റാണ്, അതിലേക്ക് കടക്കുന്നതല്ല. നമുക്ക് എസ്റ്റേറ്റിനെ സംബന്ധിച്ച് എസ്റ്റേറ്റിന് വലിയ ഒരു നല്ലൊരു സമയമാണ്. ഈ ഒരു സമയത്ത് ഇത് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടാണ്. പുതുതായി എത്ര പ്ലാന്റുകൾ ഉണ്ടായിരുന്നു? അത് 2 ഏരിയ റീപ്ലാന്റ് ചെയ്തിട്ടിരിക്കുക. മൊത്തം ഇപ്പോൾ എത്ര ഹെക്ടറിൽ തീ പിടിച്ചിട്ടുണ്ട്? തീ ഒരു 10-20,000 ഹെക്ടറോളം തീ കത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഈ 100 ഹെക്ടർ എന്ന് പറയുന്നത് പുതുതായിട്ടുള്ളതാണ്, ഈ വലിയ പ്ലാന്റുകളാണ്. ഇത് ഈ 100 ഹെക്ടറിന്റെ ഏകദേശം ഒരു പകുതി ഭാഗത്തോളം തീ കയറി കഴിഞ്ഞു. ഇതിപ്പോൾ എവിടെയൊക്കെ തീ കത്തിയെന്നോ എന്താണെന്ന് ആർക്കും സാധ്യമല്ല. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, എല്ലാം പുക നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് ഒന്നും അറിയാൻ സാധിക്കുന്നില്ല. ഈ നമുക്ക് നേരത്തെ അനുജ ഞാൻ ദൃശ്യങ്ങൾ പറഞ്ഞതുപോലെ എവിടെയാണ് തീ എന്നുള്ളത് ഇപ്പോഴും കണ്ടെത്താൻ കഴിയുന്നില്ല. എവിടെയൊക്കെ തീ എത്തിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തീ വ്യാപിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലും കൃത്യമായ ഒരു നിഗമനത്തിലേക്ക് ഈ പുക ശ്വസിച്ച് ഇതിനോടകം തന്നെ ചില തൊഴിലാളികൾക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിട്ടുണ്ട്. കൂടാതെ കൂടുതൽ ഇടങ്ങളിലേക്കൊക്കെ ഈ പുക വ്യാപകമാകാനുള്ള സാധ്യതയുണ്ടോ സമീപ മേഖലകളിലേക്ക്? ഇത് അനുജ, ഇതിൽ ഏറ്റവും പ്രധാനം ഇതിന്റെ ഈ എസ്റ്റേറ്റിന്റെ മറ്റൊരു ഭാഗം കാടാണ്. ഈ കാട്ടിലേക്കടക്കം തീ വ്യാപിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നം, അതിന്റെ മറുവശം തേക്കിന്റെ വലിയ ഇതുണ്ട്. അതുപോലെ തന്നെ ചന്ദന എസ്റ്റേറ്റ് ഉണ്ട്. അങ്ങനെ ഈ ഫോറസ്റ്റ് ഏരിയയാണ് പൂർണ്ണമായി ഉള്ളത്. ഈ ഭാഗത്തടക്കം ഈ തീ വ്യാപിച്ചാൽ അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രശ്നം അത് ചെറുതായിരിക്കില്ല. അടിക്കാട് വെട്ടാൻ ടെൻഡർ ക്ഷണിച്ചിരുന്നു, പക്ഷേ അത് ഈ തീപിടുത്തത്തിൽ കുറഞ്ഞ നിരക്ക് നൽകുകയും ചെയ്തു. തീപിടുത്തത്തിൽ ചില ദുരൂഹത കൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥരടക്കം ആരോപിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സമീപത്ത് വനാതിർത്തിയാണ്, ഈ മറ്റൊരു ഭാഗത്ത് വീടുകളുണ്ട്. ഈ വനാതിർത്തിയുടെ മറുവശത്ത് വീടുകളടക്കമുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഈ ഓയിൽ ഫാമിലെ വനംവകുപ്പിൽ നിന്ന് ലീസിനെടുത്ത ഭൂമിയിലാണ് എണ്ണപ്പന കൃഷി ചെയ്യുന്നത്. ഈ പ്രധാന പ്രശ്നം കുളത്തൂപ്പുഴയിൽ നിലവിൽ ഈ ഫയർ സ്റ്റേഷൻ ഇല്ല എന്നുള്ളതാണ്. നേരത്തെ പലതവണ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളെ അടക്കം ഉയർന്നതാണ്. ഈ ഫയർഫോഴ്സിനെ സംബന്ധിച്ച് വളരെ ശ്രമകരമായ ദൗത്യമാണ്. തീർച്ചയായിട്ടും നമ്മൾ ഉച്ച തൊട്ട് 1 മണി തൊട്ട് ഇവിടെ ഫയർ ഫൈറ്റിംഗ് തുടങ്ങിയതാണ്. ആദ്യം വന്ന സമയത്ത് നമുക്ക് വാഹനം അതിനകത്തോട്ട് കടന്നു ചെല്ലാൻ പറ്റാത്ത പ്രദേശത്താണ് തീ തുടങ്ങിയത്. അത് തന്നെയാണ് ഏറ്റവും വലിയ വെല്ലുവിളി. ഇപ്പോഴും ഈ മുകളിലടക്കം തീയാണ്. ഇപ്പം നമ്മളതിന്റെ ബോർഡറുകളെല്ലാം ക്ലിയർ ചെയ്ത് പോവുകയാണ്.
ഉദ്ദേശിക്കുന്നത് തീ പടരാതെ കൂടുതൽ ഇടങ്ങളിലേക്ക് പടരാതെ കട്ട് ചെയ്യാനുള്ള സംവിധാനമാണ് നമ്മളിപ്പോൾ നോക്കണം. ആ സെഗ്മെന്റ് ഒക്കെ പൂർണ്ണമായിട്ടും ഫയർ ഫൈറ്റ്. എത്ര യൂണിറ്റ് ഇപ്പോൾ നിലവിലൂടെ 3 യൂണിറ്റ് ഇവിടെ വർക്ക് ചെയ്യാണ്. അത് റിലേ ആയിട്ട് വെള്ളം എടുത്തുകൊണ്ട് വന്ന് ആറ്റിൽ നമ്മൾ പമ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ യൂണിറ്റുകൾ എത്തേണ്ട സാഹചര്യം ഇപ്പൊ അതിന്റെ ആവശ്യമില്ല, കാരണം ആ ഒരു സീരിയസ്നെസ് കഴിഞ്ഞു. അപ്പൊ ഇനിയിപ്പം ഇപ്പോഴും ഈ തീ അവിടെയൊക്കെ അതിപ്പോ ഒരു ഐസൊലേറ്റഡ് ആയിട്ട് നിന്ന് കത്തുകയാണ്. അതിനെ അങ്ങ് കത്തി തീർന്നോളും. നമ്മൾ ഈ കൂടുതൽ ഇങ്ങോട്ട് വ്യാപിക്കാതിരിക്കാനുള്ള ശ്രമമാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, വനാതിർത്തിയിലേക്ക് കടക്കാനുള്ള സാഹചര്യം. അതിർത്തി അതിനപ്പുറത്താണ്. അത് ഫോറസ്റ്റുകാർ ഇവിടെ സംഭവ സ്ഥലത്തുണ്ട്. അവർ ഗൗരവപൂർവ്വം ഇത് നിരീക്ഷിക്കുന്നുണ്ട്. ഈ സ്ഥലത്ത് ഫോറസ്റ്റിന്റെ കൂടി സാന്നിധ്യവും ഫോറസ്റ്റ് കൂടി ഈ സ്ഥലത്തേക്ക് ഇപ്പോൾ ഇടപെടുന്നുണ്ട്. കാരണം ഈ ഏതെങ്കിലും സാഹചര്യത്തിൽ വനാതിർത്തിയിലേക്ക് കടന്നാൽ അത് ഈ സ്ഥിതി കൂടുതൽ സങ്കീർണമാക്കും. കാരണം വേനലാണ്, ഈ അടിക്കാടുകളടക്കം ഇപ്പോഴും വെട്ടിയിട്ടില്ല. വലിയ തോതിൽ ഈ ഉണങ്ങിയ പുല്ലുകളടക്കമുണ്ട്. അത് ഇതിന്റെ വ്യാപ്തി കൂടുതൽ വർദ്ധിപ്പിക്കും. ഞാൻ ഈ ദൃശ്യങ്ങൾ അനുജ ഈ ദൃശ്യങ്ങൾ കൂടി ക്യാമറാമാൻ കാണിക്കും. അതായത് 20,000 ഹെക്ടർ, അത് ചെറുതായ തോതല്ല. അതാണ്ട് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ വിസ്തൃതമായ ഒരു ഏരിയ പൂർണ്ണമായും കത്തി നശിച്ചിരിക്കുന്നു. ഇതിന്റെ മറുവശം ഈ ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ മറുവശം ആ ഭാഗത്ത് പുതിയ പ്ലാന്റുകളടക്കം വെച്ചിരുന്നാണ് കോടികളുടെ നഷ്ടം ഉണ്ടായി എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇത് ചെറിയ തോതിലല്ല, ഇതിൽ ദുരൂഹതയുണ്ട് എന്ന് കമ്പനിയടക്കം ആരോപിക്കുന്നതിന് പിന്നിൽ ചില വസ്തുതകൾ ഉണ്ട് എന്ന് സംശയിക്കേണ്ടി വരും. കാരണം ഇതിൽ എന്താണ് സംഭവിച്ചത്? ഇത്രയധികം തീ പല സ്ഥലത്ത് ഒരേ സമയത്തേക്ക് കത്തിപ്പെടാൻ അതിനുണ്ടായ സാഹചര്യം പരിശോധിക്കേണ്ടതാണ്. എന്തായാലും ഈ തീപിടുത്തം പൂർണ്ണമായി നിയന്ത്രിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും തുടരുകയാണ്. പാതിവില തട്ടിപ്പ് കേസിൽ പ്രതി അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളി. കേസ് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ജാമ്യം അനുവദിച്ചാൽ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ടെന്ന് മൂവാറ്റുപുഴ 1ാം ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതി നിരീക്ഷിച്ചു. അതേസമയം അനന്തുകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. മൂവാറ്റുപുഴ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലാണ് അനന്തുകൃഷ്ണന്റെ ജാമ്യാപേക്ഷ കോടതി തള്ളിയത്. പ്രതിക്കെതിരെ പോലീസ് ആരോപിക്കുന്ന കുറ്റം നിലനിൽക്കില്ലെന്നും സിവിൽ കോടതിയിൽ പരിഗണിക്കേണ്ട കേസാണെന്നുമായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. പോലീസ് പറയുന്നത് പോലെ 7 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടില്ലെന്നും പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ള വകുപ്പുകൾ നിലനിൽക്കില്ലെന്നും പ്രതിഭാഗം കോടതിയിൽ വാദിച്ചു. ഉച്ചയ്ക്ക് ശേഷം കേസ് പരിഗണിച്ചപ്പോൾ ജാമ്യാപേക്ഷ തള്ളുന്നതായി കോടതി വ്യക്തമാക്കി. ജാമ്യം നൽകുന്നത് കേസന്വേഷണത്തെ ബാധിക്കുമെന്നും പരാതിക്കാരെ പ്രതി സ്വാധീനിക്കാൻ ഇടയുണ്ടെന്നും കോടതി ഉത്തരവിൽ പറഞ്ഞു. പ്രതിക്ക് ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കരുതെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അതേസമയം അനന്തുകൃഷ്ണന്റെ അഭിഭാഷക താൻ തന്നെയാണെന്ന് കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് വ്യക്തമാക്കി. രാഷ്ട്രീയ നേതാക്കൾക്കുൾപ്പെടെ പണം നൽകിയ കാര്യം അനന്തുകൃഷ്ണന്റെ ഡയറിയിൽ എഴുതിയിട്ടുണ്ട്. ഈ ഡയറി അശോക ഫ്ളാറ്റിൽ നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ടെന്നും ലാലി വിൻസെന്റ് പറഞ്ഞു. പേഴ്സണൽ ഡയറി നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടി വരും. പോലീസിന്റെ കയ്യിലുണ്ട്. അത് റെക്കോർഡഡ് ആണ്, ഓൾറെഡി റെക്കോർഡഡ് ആണ്. അനന്തു പറഞ്ഞ കാര്യം ഞാൻ പറയേണ്ട കാര്യമില്ല. ഓൾറെഡി പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. മജിസ്ട്രേറ്റ് കോടതി ജാമ്യാപേക്ഷ തള്ളിയ സാഹചര്യത്തിൽ മേൽക്കോടതിയെ സമീപിക്കാനാണ് പ്രതിഭാഗത്തിന്റെ തീരുമാനം. അതേസമയം തട്ടിപ്പ് പരാതിയിൽ പൊൻകുന്നം പോലീസും ഇന്ന് അനന്തുകൃഷ്ണന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ശ്യാംകുമാർ, 24 കൊച്ചി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത, പാതിവില തട്ടിപ്പ് കേസിൽ ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നുള്ളതാണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി യൂണിറ്റാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്തുവെന്ന IB റിപ്പോർട്ടിന് പിന്നാലെയാണ് നടപടി. കൂടുതൽ FIRകൾ രജിസ്റ്റർ ചെയ്യുന്നതുവരെ കാക്കാനുള്ള തീരുമാനം പുനഃപരിശോധിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ തീരുമാനം. ശ്രീകാന്ത് വിശദാംശങ്ങളുമായി. ശ്രീകാന്ത്, EDയുടെ നിർണായക നീക്കമുണ്ടായിരിക്കുന്നു, വിശദാംശങ്ങൾ. അനുജ, ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഈ പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പുറത്തുവരുന്നു. അത് ED ഈ വിഷയത്തിൽ കേസെടുത്തു എന്നുള്ളതാണ്. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ED ECIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നു. ഇപ്പോൾ അന്വേഷണം നടത്തുന്ന പോലീസിനോടടക്കം ഇതിന്റെ വിശദാംശങ്ങൾ, വിവരങ്ങളെല്ലാം തന്നെ തേടിയിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ED കൊച്ചി യൂണിറ്റാണ് ECIR രജിസ്റ്റർ ചെയ്തത് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം. പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്ത് തട്ടിപ്പ് നടത്തി എന്ന ഇന്റലിജൻസ് ബ്യൂറോ റിപ്പോർട്ടിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിടുക്കപ്പെട്ടുള്ള നടപടി ഉണ്ടായിരിക്കുന്നത്. കൂടുതൽ FIRകൾ രജിസ്റ്റർ ചെയ്യുന്നതുവരെ കാക്കാൻ നേരത്തെ ED തീരുമാനമെടുത്തിരുന്നു.
അത്തരത്തിലുള്ള നിർദ്ദേശമായിരുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി യൂണിറ്റിന് നേരത്തെ ഡൽഹിയിൽ നിന്നും കിട്ടിയിരുന്നത്. പക്ഷേ അത് പുനഃപരിശോധിച്ചുകൊണ്ടാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതിന് പ്രധാനമായും കാരണം പ്രധാനമന്ത്രിയുടെ ചിത്രമടക്കം ദുരുപയോഗം ചെയ്യപ്പെട്ടു, ഒപ്പം തന്നെ കള്ളപ്പണം വെളുപ്പിക്കൽ വ്യാപകമായ തോതിൽ നടന്നിട്ടുണ്ട് എന്ന പ്രാഥമിക വിലയിരുത്തൽ കൂടിയാണ്. ED ഈ കേസ് ഏറ്റെടുക്കുന്നതോടെ ഇതിലെ കള്ളപ്പണം വെളുപ്പിക്കൽ അടക്കമുള്ള ഭാഗങ്ങളിലേക്ക് കൂടി അന്വേഷണം പോകും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതിന് പാതിവില തട്ടിപ്പ് കേസിൽ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ECR രജിസ്റ്റർ ചെയ്ത് കൊച്ചി യൂണിറ്റ്. കേരളത്തിലെ ഉപഭോക്താക്കൾക്ക് കിടക്കകളുടെ പുതിയ ശ്രേണി അവതരിപ്പിച്ച് പെപ്സ് ഇൻഡസ്ട്രീസ്. പെപ്സ് കംഫർട്ട്, സുപ്രീം, റെസ്റ്റോണിക്, മെമ്മറി ഫോം എന്നിങ്ങനെ 3 ഉത്പന്നങ്ങളാണ് വിപണിയിൽ എത്തിച്ചിട്ടുള്ളത്. അതിനൂതന സാങ്കേതിക വിദ്യയും പ്രകൃതി സൗഹൃദ വസ്തുക്കളും ഉപയോഗിച്ചാണ് പുതിയ കിടക്കകളുടെ നിർമ്മാണം. ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഉത്പന്നങ്ങൾ നൽകുകയാണ് ലക്ഷ്യമെന്ന് പെപ്സ് ഇൻഡസ്ട്രീസ് സഹസ്ഥാപകനും CEOയുമായ G. ശങ്കർ റാം പറഞ്ഞു. പുതിയ ശ്രേണികളിലുള്ള പെപ്സ് മെത്തകൾ എല്ലാ സ്റ്റോറുകളിലും ലഭ്യമാണ്. പെപ്സ് വെബ്സൈറ്റായ pepsindia.com വഴിയും വാങ്ങാം. വാർത്താസന്ധ്യ അവസാനിക്കുകയാണ്.